ഈ പാപത്തിന്റെ ഭാരം മനുഷ്യനെ വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യെശയ്യാ 53 പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം എന്ത് ചെയ്തു? തകർന്നുമിരിക്കുന്നു. എന്റെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും എന്റെ അകൃത്യങ്ങൾ നിമിത്തം യേശു എന്ത് ചെയ്തു? തകർന്നുമിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. പിതാവുമായിട്ടുള്ള ബന്ധത്തെ നിരപ്പിച്ചു കൊണ്ടുവരാൻ ആരുടെ മേൽ ശിക്ഷ വന്നു? യേശുവിന്റെ മേൽ ശിക്ഷ വന്നു. അപ്പോസ്തലർ പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞു, ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനെ അവനെ അയച്ചിരിക്കുന്നു. അനുഗ്രഹിക്കേണ്ടതിനാണ് യേശുവിനെ അയച്ചത്. അപ്പൊ അനുഗ്രഹത്തിന്റെ തടസ്സമായിരുന്നു അകൃത്യം. അപ്പം യേശു ക്രിസ്തു വന്ന് ഈ അകൃത്യത്തിനും അതിക്രമങ്ങൾക്കും ഒരു പരിഹാരം വരുത്തിയതോടുകൂടെ നമുക്ക് എന്തു വന്നു? അനുഗ്രഹം വന്നു.